ഇന്ന് കോൺ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. ഇങ്ങനെ ഈ സാധനം കടയിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഇതുകൊണ്ട് എന്തോ ചെയ്യാനെന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. കാര്യം ഞാൻ കുറച്ച് നാൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്ന ഈ കോൺ കൊണ്ടൊരു സ്പൈസി കോൺ ചാട്ടാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് മെനക്കെട്ട ഒരു ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കോൺ കെർണൽസ് എല്ലാം നമുക്കൊന്ന് ഊരിയെടുക്കണം. അതൊരു ചെറിയ പണിയാണ്. കേർണൽസ് എടുക്കാനായിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ അടത്തി നമുക്ക് എടുക്കാം. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇങ്ങനെ ഓരോന്ന് ഈ റൗണ്ടായിട്ട് നമുക്കിങ്ങനെ വട്ടത്തിൽ ഇതിങ്ങനെ എടുത്തു പോകാം. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും അഴുക്കാകാതെ നമുക്ക് കിട്ടും. സൗകര്യമായിട്ട് ആദ്യമേ നമുക്ക് എടുക്കാവുന്ന ഒരല്ലി ആദ്യം പൊളിക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാപ്പ് കിട്ടും. എന്നിട്ട് അടുത്ത ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും വേസ്റ്റ് ആകത്തില്ല. പെട്ടെന്ന് നമുക്ക് കണ്ടോ ടപ്പേന്ന് നമുക്കങ്ങ് തുറന്നെടുക്കാം. ഓരോ അല്ലിയും ഇങ്ങനെ പെട്ടെന്ന് വരും. ഒരുപാട് പ്രഷർ ഓരോ അല്ലിയിലും കൊടുക്കരുത്. ടോപ്പിൽ പിടിച്ചാൽ ഇങ്ങനെ ഒന്ന് പിടത്തിയാൽ മതി. കണ്ടോ, മരം പിടത്തുന്ന പോലെ ഇങ്ങനെ അങ്ങ് പിടത്തിയാൽ മതി. അപ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് എടുക്കാം. ഇത് കോണായതുകൊണ്ട് തന്നെ ചെറിയ സംഗതികളല്ലേ, അതുകൊണ്ട് വൃത്തിയായിട്ട് ഇത് കഴുകി വെക്കണം. കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. നമ്മൾ വൃത്തിയായിട്ട് കഴുകിയ കോണെല്ലാം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിനകത്തോട്ട് ഇടണം. കാരണം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരല്പം ഉപ്പിടാം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കണം. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ജസ്റ്റ് ഒന്ന് വെന്തോട്ടെ. ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം നല്ല കണ്ടോ, നല്ലപോലെ സ്വോളനായി. ചെറുതായിട്ടൊരു ഉപ്പുണ്ട് ഇതിന്. അപ്പോൾ ഇത് അത്രയും മതി. നമുക്കിനി സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി അത് വെള്ളമില്ലാതെ നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്ത് വേറൊരു ബൗളിനകത്തേക്ക് ഇടാം. ബട്ടർ ഇട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ഇതിപ്പോൾ ചൂടായതുകൊണ്ട് ബട്ടർ നല്ല പരുവത്തിന് അത് ഉരുകിക്കോളും. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, അതിൻ്റെ അരി അധികം ഇടരുത്, ക്യാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞ സവാള, ക്യാരറ്റ്, പിന്നീട് ഇത് റെഡ് ക്യാപ്സിക്കം, ഇതിലേക്ക് പെപ്പർ പൗഡർ, ഇത് ചാട്ട് മസാല. ഈ ചാട്ട് മസാലയ്ക്ക് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പിടുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. പിന്നീട് ഒരു നാരങ്ങയുടെ നീര്. നമ്മൾ തക്കാളിക്കൊക്കെ ഇടുന്നത് കൊണ്ട് ഒരുപാട് വേണ്ട, കാര്യം ഓൾറെഡി ഒരു ചെറിയ പുളി ഉണ്ടാവും. അപ്പം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺ ചാട്ട് റെഡിയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് സ്നാക്കായിട്ടും നല്ലതാണ്, ഒരു നേരത്തെ ഒരു മീലായിട്ടും നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് പ്രയോജനമുള്ളതാണ്, അതുപോലെ തന്നെ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. കോൺ ചാട്ട് റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.